ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഫിഷിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഒത്തിരി പേർക്ക് ഫിഷ് ഇഷ്ടമുള്ളവരുണ്ട്, അതേപോലെ തന്നെ ഫിഷ് തീരെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ബട്ട് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഫിഷ് ഉലർത്തിയതാണ്. ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും വേപ്പിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇവിടെ ഞാൻ മീൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കിങ് ഫിഷ് ആണ് എടുത്തിരിക്കുന്നത്, അതായത് നെയ്മീൻ. ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചതാണ്, മുള്ളൊന്നുമില്ല. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. മുള്ളുള്ള ഫിഷ് ആണെങ്കിൽ മുള്ളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം, എന്നിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ചതച്ച മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടികൾ ചേർക്കുന്ന ടൈമിലും ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മുള്ളുള്ള ഫിഷ് ആണെങ്കിൽ മുള്ളൊക്കെ മാറ്റി കളയണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവാളയൊക്കെ വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഉലർത്തിയെടുക്കുക. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അവസാനമായിട്ട് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കുക. നമ്മളുടെ ഫിഷ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.